ഹസനും ഹുസൈനും രോഗിയായപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ കാണാൻ വന്നു. അപ്പോൾ ഇരുവരും രോഗികളായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഫാത്തിമയോട് പറഞ്ഞു, നമുക്ക് ഒരു നേർച്ചയിടാം. അല്ലാഹു നമ്മുടെ കുട്ടികളെ സുഖപ്പെടുത്തുകയാണെങ്കിൽ നാം നോമ്പ് നോക്കും എന്ന്. അപ്പോൾ ഇരുവരും ഭർത്താവും ഭാര്യയും 3 ദിവസത്തെ നോമ്പ് നേർച്ചയിട്ടു. അല്ലാഹു നമ്മുടെ കുട്ടികളെ സുഖപ്പെടുത്തണമേ എന്ന്. അവരെ നോമ്പ് നോക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലാഹു അവരെ സുഖപ്പെടുത്തി. പിന്നീട് ഇരുവരും ഭർത്താവും ഭാര്യയും നോമ്പ് നോക്കി. പക്ഷേ വീട്ടിൽ ഇഫ്താർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ജൂതനായ ശിമോൻ ഹസത്ത് അലിയുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ജോലി ഉണ്ടോ? എവിടെയാണ്? ഈ ഉണ്ണ് വൃത്തിയാക്കി കൊടുക്കൂ, ഞാൻ നിനക്ക് ചില ജോയും കൊടുക്കാം. അങ്ങനെ അലി ആ ഉണ്ണ് വീട്ടിൽ കൊണ്ടുവന്ന് ഫാത്തിമയ്ക്ക് നൽകി വൃത്തിയാക്കാൻ പറഞ്ഞു. അവൾ അത് ഉച്ചവരെ വൃത്തിയാക്കി. പിന്നെ തിരികെ കൊണ്ടുപോയി. അവൻ കുറച്ച് ജോവ് നൽകി. അത് അവർ അരച്ച് മാവാക്കി. അവർ ഭക്ഷണം തയ്യാറാക്കി. ചപ്പാത്തി ഉണ്ടാക്കി. മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുവരും ഇഫ്താറിനായി ഇരിക്കുമ്പോൾ വാതിലിൽ ശബ്ദം കേട്ടു. ഞാൻ ഒരു ദരിദ്രനാണ്, ദയവായി അല്ലാഹുവിന്റെ പേരിൽ എന്തെങ്കിലും തരൂ എന്ന് ഒരാൾ പറഞ്ഞു. ഇരുവരും തമ്മിൽ നോക്കി. അർദ്ധം ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കൊടുക്കാമായിരുന്നു. അർദ്ധം തങ്ങളാണ് കഴിക്കേണ്ടത്. പക്ഷേ ഇരുവരും ചപ്പാത്തികൾ എടുത്ത് അവന് നൽകി. വെള്ളം മാത്രം കുടിച്ച് ഇഫ്താർ നടത്തി. രാത്രിയിലും ഭക്ഷണമായി ഒന്നുമില്ലായിരുന്നു. അതിനാൽ വെള്ളവും ഇഞ്ചിയും മാത്രം കഴിച്ച് നോമ്പ് തുടർന്നു. അടുത്ത ദിവസം വീണ്ടും അലി ഷമൂൻ എന്ന യഹൂദന്റെ അടുത്ത് പോയി അവനിൽ നിന്ന് ഉണ്ണ് കൊണ്ടുവന്നു. ഫാത്തിമ അതെല്ലാം ഒരു ദിവസം മുഴുവൻ വൃത്തിയാക്കി. സമയത്തിന് മുമ്പ് കൂലി ലഭിച്ചു. അതിനെ വൃത്തിയാക്കി, അരച്ച് മാവാക്കി, ചപ്പാത്തി ഉണ്ടാക്കി. ഭർത്താവും ഭാര്യയും ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ വാതിലിൽ ആരോ വിളിച്ചു. ഒരു അനാഥൻ വന്നു. അല്ലാഹുവിന്റെ പേരിൽ എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇരുവരും തമ്മിൽ നോക്കി. എല്ലാ ചപ്പാത്തികളും എടുത്ത് അവന് നൽകി. വെള്ളം മാത്രം കുടിച്ച് നോമ്പ് തുറന്നു. 3-ാം ദിവസം വന്നു. വീണ്ടും കൂലി ചെയ്ത് ചപ്പാത്തി തയ്യാറാക്കി. ഇഫ്താറിന് ഇരിക്കുമ്പോൾ വാതിലിൽ ആരോ വിളിച്ചു. ബദറിലെ തടവുകാരെ അന്ന് മോചിപ്പിച്ചു. ബദ്ർ യുദ്ധത്തിലെ തടവുകാരെ ആ ദിവസം മോചിപ്പിച്ചപ്പോൾ ഒരു തടവുകാരൻ വാതിലിൽ എത്തി. ഞാൻ തടവുകാരനാണ്, ഇപ്പോഴും ചെറുപ്പമാണ്, അല്ലാഹുവിന്റെ പേരിൽ എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവും ഭാര്യയും ഇരുവരും ചപ്പാത്തികൾ എടുത്ത് അവന് നൽകി. 3 ദിവസത്തെ ഉപവാസം ഹസത്ത് ഫാത്തിമയെ കിടക്കയിൽ വീഴ്ത്തി. അവൾ രോഗിയായി. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പരിഹാരം അന്വേഷിക്കാൻ വന്നു. അവളുടെ നെഞ്ചിൽ തലവെച്ച് കരയാൻ തുടങ്ങി. രോഗത്തിന്റെ തീവ്രതയിൽ നിന്നാണ് ഈ കണ്ണുനീർ. ആ കണ്ണുനീർ ആകാശത്ത് വലിയ പ്രഭാവം സൃഷ്ടിച്ചു. ജിബ്രയിൽ ഖുർആൻ കൊണ്ടുഇറങ്ങി. അവർക്കു തന്നെ വിശപ്പാണ്, അലി ഹബീക്കും വിശപ്പാണ്. എന്നിരുന്നാലും അവർ ഭക്ഷണം നൽകുന്നത് ദരിദ്രർക്കും അനാഥർക്കും തടവുകാർക്കുമാണ്. പിന്നെ അവരുടെ നിസ്വാർത്ഥതയ്ക്ക് അല്ലാഹു തന്നെ സാക്ഷ്യം പറഞ്ഞു.